നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ യുഎസിലെ 3 മാർക്കറ്റുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.28% ഇടിവിലും, S&P 500 0.20% ഇടിവിലും, നാസ്ഡാക്ക് 0.06% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യുഎസിൽ ഡിസംബർ മാസത്തെ നോൺ ഫാം പെയറോൾ റീഡിംഗിനായി ഇന്ന് ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുകയാണ്. ഡാറ്റ ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് പുറത്തു വരിക. ഡൗ ജോൺസ് സാമ്പത്തിക വിദഗ്ധർ 1,55,000 വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സ്ട്രോങ് ജോബ്സ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അത് സൂചനകൾ നൽകുന്നത്. അത് വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഇന്നലെ TCSന്റെ റിസൾട്ടാണ് പുറത്തു വന്നത്. അതിനുശേഷം ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ടെക്സൈഡിൽ ഇൻഫോസിസ് 0.75% നേട്ടത്തിലും, വിപ്രോ 1.45% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പോസിറ്റീവായി തന്നെ എടുക്കാം. അടുത്തത് ICICI 1.45% ഇടിവിലും, HDFC 1.77% ഇടിവിലും, റിലയൻസ് 1% മുകളിൽ ഇടിവിലും, ഡോക്ടർ റെഡ്ഡി 0.89% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. മൈനിങ് സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കിയത്. ഇനി US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇന്നലെ ചെറുതായി ഇടിയുകയുണ്ടായി. ക്രിപ്റ്റോ സെഗ്മെന്റിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞു. $92,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് 4 ആഴ്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും ചെറുതായി ഇടിഞ്ഞു. കേരളത്തിലെ സ്വർണ്ണവില ഇന്നലെ 58,080 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ 1% നേട്ടവും ഉണ്ടാക്കി. ഇന്ത്യൻ എക്കോണമിയിലേക്ക് വന്നാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CPI ഇൻഫ്ലേഷൻ ഡാറ്റ തിങ്കളാഴ്ചയാണ് പുറത്തു വരാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇൻഫ്ലേഷൻ കുറയും എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഇന്ത്യയിൽ റിസൾട്ട് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് റിസൾട്ടുകളാണ് ഇന്ത്യൻ വിപണിയെ നയിക്കാൻ പോകുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം പെയ്ഡ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ വീഡിയോയ്ക്കും എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്ത്യയിൽ Q3 റിസൾട്ടുകൾ ഇന്നലെ കിക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞു. TCSന്റെ ഭാഗത്ത് നിന്നാണ് ആദ്യത്തെ റിസൾട്ട് പുറത്തു വന്നത്. എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആയിരുന്നു പുറത്തു വന്നത്. റവന്യൂവിൽ 63,973 കോടി രൂപയായിട്ടാണ് പുറത്തു വന്നത്. അതായത് എസ്റ്റിമേറ്റിനേക്കാൾ ബിലോ ആയിട്ടാണ് ഈ ഒരു റവന്യൂ പുറത്തു വന്നത്. കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 0.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റിൽ 12,380 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 4% വർധനമുണ്ടായി. നെറ്റ് പ്രോഫിറ്റും ബിലോ എസ്റ്റിമേറ്റ് ആയിട്ട് തന്നെയാണ് പുറത്തു വന്നത്. ഇനി ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 12% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 5% വർധനവും രേഖപ്പെടുത്തി. ഇന്ററിം ഡിവിഡൻഡായി കമ്പനി 10 രൂപയാണ് പ്രഖ്യാപിച്ചത്. സ്പെഷ്യൽ ഡിവിഡൻഡായി 66 രൂപയും പ്രഖ്യാപിച്ചു. പക്ഷെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത്. ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ $10.2 ബില്യൺ ആണ്. ഏതായാലും കമ്പനിയുടെ റിസൾട്ട് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തു എന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ ആണെങ്കിലും സ്ട്രോങ് ഓർഡർ ബുക്ക് ഉള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഇന്നലത്തെ TCSന്റെ റിസൾട്ടിന് ശേഷം US ADRൽ IT സ്റ്റോക്കുകൾ ഉയരുകയുണ്ടായി. അതും ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തയിലേക്കാണ്. ജനുവരി 13 ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഡിസംബറിലെ റീറ്റെയിൽ പണപ്പെരുപ്പം നവംബറിൽ 5.48% നിന്ന് 5% കുറയാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വരുന്നു. പച്ചക്കറി വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് റീറ്റെയിൽ പണപ്പെരുപ്പം കുറയാനുള്ള ഒരു സാധ്യതയായിട്ട് കാണുന്നത്. പച്ചക്കറി വിലയിൽ പ്രത്യേകിച്ച് തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ എന്നിവയുടെ വിലയിലാണ് ഇടിവുണ്ടായിരിക്കുന്നത്. ഒക്ടോബർ മാസത്തെ പണപ്പെരുപ്പം 6.21% അത് RBIയുടെ ടോളറൻസ് പരിധിയെ മറികടന്ന് 14 മാസത്തെ ഉയർന്ന നിലയിലും എത്തിയിരുന്നു. RBIയുടെ ഒരു റേറ്റ് കട്ട് ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കുറയുന്നത് വളരെയേറെ പോസിറ്റീവ് തന്നെയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ അവന്യൂ സൂപ്പർമാർട്ട്സ്, കോൺകോ ഡ്രഗ്സ്, കാന്തഗിരി സ്പിന്നിംഗ് മിൽസ്, റിട്ട ഫിനാൻസ് എന്നിവയാണ്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ Q3 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ LXC. നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 13.3% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 199 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.7% ഇടിവും എബിറ്റയിൽ 7.8% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിയാണ് IREDA.
നെറ്റ് പ്രോഫിറ്റിൽ 26.8% വർധനവ് രേഖപ്പെടുത്തി 425.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 38.9% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് GTPL ഹാത്വേ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 57% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് 10.2 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. റവന്യൂയിൽ 4.3% വർധനവ് രേഖപ്പെടുത്തി. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം മഹാനഗർ ഗ്യാസ് എന്ന കമ്പനിയാണ്. ഗെയിൽ ജനുവരി 16 മുതൽ മഹാനഗർ ഗ്യാസിനുള്ള ഗാർഹിക വാതക വിഹിതം 26% വർദ്ധിപ്പിച്ചു. ഇത് CNGക്കുള്ള വാതക വിഹിതം 37% നിന്ന് 51% ഉയർത്തുന്നു. ഇത് മഹാനഗർ ഗ്യാസിന്റെ ലാഭക്ഷമതയെ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് അദാനി വിൽമർ എന്ന കമ്പനിയാണ്. പ്രൊമോട്ടർമാരിൽ ഒരാളായ അദാനി കമോഡിറ്റീസ് LLP ജനുവരി 10, ജനുവരി 13 തീയതികളിൽ അദാനി വിൽമറിലെ തങ്ങളുടെ ഇക്വിറ്റി ഓഹരികളുടെ 20% വരെ ഓഫർ ഫോർ സെയിൽ വഴി വിൽക്കാൻ ഒരുങ്ങുന്നു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്ന 275 രൂപയാണ്. അടുത്തത് സൂര്യ റോഷിനി എന്ന കമ്പനിയാണ്. കമ്പനിക്ക് പുതിയ ഒരു ഓർഡർ BPCL നിന്ന് ലഭിച്ചിരിക്കുന്നു. 81.47 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് SRF എന്ന കമ്പനിയെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഇന്നലെ SRF 13%, നവീൻ ഫ്ലോറൈൻ 10% ഉയരുകയുണ്ടായി. ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നതോടെയാണ് സ്റ്റോക്കുകൾ ഉയർന്നത്. എന്നാൽ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. US റെഫ്രിജറേറ്റർ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ റിപ്പോർട്ട് ചെയ്ത വില വർധനവ് US വിപണിയിൽ മാത്രമേ ബാധകമാകുകയുള്ളൂ എന്ന് SRF വ്യക്തമാക്കി. SRFനെ സംബന്ധിച്ചിടത്തോളം റെഫ്രിജറേറ്ററിന്റെയും ഗ്യാസിന്റെയും വില അതിന്റെ പ്രത്യേക വിപണി വിഭാഗത്തിലെ ആവശ്യത്തെയും വിതരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇന്നലെ ഈ ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് 13% ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ന് F&O ബാനായി വരുന്ന സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ എക്സ് ഡേറ്റ് ഉള്ള ഒരു കമ്പനി ശ്രീറാം ഫിനാൻസ് ആണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ വലിയ സെല്ലിംഗ് ആണ് FISന്റെ ഭാഗത്തു നിന്നും വന്നത്. 7171 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 7640 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് വലിയ രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്ന ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ് ഡാറ്റ നെഗറ്റീവ് ആയതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.83% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 1.31% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.46% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് മാത്രമാണ് കുറച്ച് പോസിറ്റീവിലുള്ളത്. 0.32% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി 23,582 എന്ന നിലയിലാണ്. 77 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 65 പോയിന്റ്സ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അതായത് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുക 23,460, 480 ആ ഒരു റേഞ്ചിനിടയിലായിരിക്കും. നിഫ്റ്റിയിൽ കൂടുതൽ ബീറിഷ്നെസിന്റെ സൂചനകൾ തന്നെയാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. US-ലെയും യൂറോപ്പിലെയും ചില ഭാഗങ്ങളിൽ തണുത്ത കാലാവസ്ഥ പിടിമുറുക്കുന്നതിനാൽ ശീതകാല ഇന്ധന ആവശ്യകതകൾ വർദ്ധിച്ചതിനാൽ വ്യാഴാഴ്ച എണ്ണവില ഏകദേശം 1% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $77.08 പെർ ബാരൽ എന്ന നിലയിൽ 0.21% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $74.09 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 23,526 എന്ന നിലയിലാണ്. 162 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 200 ഡേ EMA അതിന് താഴെയായിട്ടാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 23,645 200 ഡേ EMA ഉള്ളത്. കൂടാതെ നമ്മൾ വരച്ചിരുന്ന ആ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണത്. ഡൗൺ സൈഡിൽ ബുധനാഴ്ചത്തെ ലോ ആയിട്ടുള്ള 23,495 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. അവിടെ നിന്നും ഇന്നലെ ചെറിയൊരു റിവേഴ്സൽ നമുക്ക് ലഭിച്ചിരുന്നു. ഇനി ഈ ഒരു ലെവലിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 23,350 മുതൽ 23,200 വരെയൊക്കെ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയുള്ളത് നവംബർ മാസത്തെ ലോ ആയിട്ടുള്ള 23,263 ആണ്. ഇന്നലെ ഒരു ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കൂടാതെ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതൽ വോളിയവും ഇന്നലെ ഉണ്ടായിരുന്നു. ഓവറോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് ബയാസ് ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് എന്നത് തന്നെയാണ്. ഇനി നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 23,580 ആണ്. അതിനുശേഷം കീ ഹവർലി മൂവിംഗ് ആവറേജുകളുള്ള 23,650 മുതൽ 700 വരെയുള്ള ആ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം.
അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നമുക്ക് എന്താണ് കാണിച്ചു തരുന്നതെന്ന് നോക്കാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. അടുത്ത വീക്ക് എക്സ്പയറിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,800ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യം അടുത്ത വീക്ക് എക്സ്പയറിയിലെ 23,550 എന്ന ഇപ്പോഴത്തെ ATM സ്ട്രൈക്കിൽ 304% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡ് എന്നാൽ നല്ല ശക്തമാണ്. 745% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,500 സ്ട്രൈക്കിൽ 102% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 267% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. 23,600 സ്ട്രൈക്കിൽ 186% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാമെങ്കിൽ 372% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കോൾ സൈഡിലും കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,503-ൽ 331 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ചാനൽ പാറ്റേണിന്റെ ലോവർ എൻ്റെ ഒരു 4 ദിവസം മുൻപാണ് ബ്രേക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് 49,650 ആയിരുന്നു. അതും ഇന്നലെ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു സോൺ 49,000 ബാങ്ക് നിഫ്റ്റിയും ഇതുവരെ റിവേഴ്സലിന്റെ സൂചനകളൊന്നും തന്നിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ റിവേഴ്സൽ ക്യാൻഡലിനായി നമുക്ക് വാച്ച് ചെയ്യാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000, അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000ഉമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് OI പൾസ് എന്ന സൈറ്റാണ്. ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. OI പൾസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അടുത്തതായി ഇന്ത്യ വിക്സിലേക്കാണ്. 2 ദിവസത്തെ നഷ്ടം രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നലെ ഉയരുകയുണ്ടായി. 14.56-ൽ 0.67% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.